കടലിളകി വന്നാലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ശൈലി, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യം, തിരിച്ചടികളെ ചവിട്ടുപടികളാക്കി മാറ്റിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, പറവൂരിന്റെ പ്രിയപുത്രൻ വി.ഡി. സതീശൻ ഇനി കേരളത്തിന്റെ ഭരണസാരഥി. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ മുഖ്യമന്ത്രി പദം വരെയുള്ള ആ ജൈത്രയാത്രയെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആരും വെള്ളിത്തളികയിൽ വെച്ചു നീട്ടിയതല്ല ഈ മുഖ്യമന്ത്രി പദം. തഴയപ്പെട്ടപ്പോഴും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും തളരാതെ പോരാടി നേടിയെടുത്ത വിജയമാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന വി.ഡി. സതീശൻ്റേത്. 1996 പറവൂരിലെ ഇടതുകോട്ടയിൽ പരാജയപ്പെട്ടു തുടങ്ങിയ ഒരാൾ ഇന്ന് കേരളത്തിന്റെ അമരക്കാരനാകുന്നത് ചരിത്രത്തിന്റെ മധുര പ്രതികാരമാണ്. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയിൽ നിന്ന് എം.ജി. സർവകലാശാല യൂണിയൻ ചെയർമാൻ വരെ KSU പ്രസ്ഥാനത്തിലൂടെ വളർന്നുവന്ന സതീശന് കപ്പിനും ചുണ്ടിനുമിടയിൽ പല സ്ഥാനങ്ങളും നഷ്ടമായി. എന്നാൽ നിയമബിരുദം നേടി ഹൈക്കോടതിയിലെ അഭിഭാഷകനായപ്പോഴും സതീശന്റെ മനസ്സിൽ രാഷ്ട്രീയം തന്നെയായിരുന്നു ഒന്നാമത്. 2001 പറവൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തിയപ്പോൾ സഭ കണ്ടത് ലക്ഷ്യവേദിയായ ഇടപെടലുകൾ നടത്തുന്ന ഒരു യുവ തുർക്കിയെയാണ്. സങ്കീർണമായ വിഷയങ്ങളെ ലളിതമായും എന്നാൽ യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന സതീശൻ ശൈലി പെട്ടെന്നു തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ലോട്ടറി വിവാദത്തിൽ ഐസക്കിനെ പോലുള്ള അധികായന്മാരെ മുട്ടുകുത്തിച്ചതും ഏറ്റവും അധികം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച റെക്കോർഡും സതീശന് മാത്രം അവകാശപ്പെട്ടതാണ്. മന്ത്രിസ്ഥാനം ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ തട്ടി തടഞ്ഞപ്പോഴും സതീശൻ മടുത്തില്ല. ഹരിത രാഷ്ട്രീയം പറഞ്ഞ് അദ്ദേഹം മാഫിയകൾക്കെതിരെ പോരാടി. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാതെ തന്നെ അവരുമായി ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കാമെന്ന് സതീശൻ തെളിയിച്ചു. 2021 വീണുടനെ UDF-നെ കൈപ്പിടിച്ചുയർത്താൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റപ്പോൾ സതീശൻ നടത്തിയത് മാന്ത്രികമായ തിരിച്ചുവരവായിരുന്നു. സ്വന്തം പാർട്ടിക്കാരുടെ തെറ്റുകൾ പോലും തള്ളിപ്പറയാൻ മടിക്കാത്ത, പീഡകർക്കും അഴിമതിക്കാർക്കും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സതീശനെ ജനകീയനാക്കി. 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന വെല്ലുവിളി ഏറ്റെടുത്ത ജനത സതീശനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇന്ന് നിലപാടുകളുടെ ആൾരൂപം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് പുതിയൊരു രാഷ്ട്രീയ ശൈലിയുടെ തുടക്കം കൂടിയാണ്. തിരസ്കാരങ്ങളുടെ കാലത്ത് തന്റേടം കൊണ്ട് നേരിട്ട നേതാവ്. ആശയങ്ങളുടെ കരുത്തുമായി വി.ഡി. സതീശൻ പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് മാറ്റത്തിന്റെ ആ പുതിയ പ്രഭാതത്തിലേക്കാണ്.